ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ നോക്കും, അതായത് കോട്ടയ്ക്കൽ നഗരസഭയിലെ മാത്രം വിഷയം എടുക്കുമ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ധനവകുപ്പിന്റെ തലയിലേക്ക് ഇട്ടുകൊണ്ട് അവർ കൈയൂരി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ധനവകുപ്പ് നേരെ തിരിച്ച് അവിടെ നിന്ന് അറിയേണ്ടിയിരിക്കുകയും ധനമന്ത്രി നേരത്തെ മറുപടി പറയുകയും ചെയ്യുകയാണ്. ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലൊക്കെ ഇത് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നതാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? അല്ല, ഇതില് സർക്കാർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഹെഡിലേക്ക് വക മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ അനാവശ്യമായി പണം പറ്റുന്നവരെ എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ റിട്ടയർഡ് IAS ഓഫീസർമാർ തന്നെ ഒരുപാട് പേര് പെൻഷനോടൊപ്പം ഇത് വാങ്ങാൻ വേണ്ടിയുള്ള ചില പരിപാടികളൊക്കെ ചെയ്ത് അവര് സർവീസിൽ തുടരുമ്പോൾ തന്നെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നത് ഇതൊരു സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല, കുറച്ചുകൂടെ വിപുലമായി ഈ കോസ്റ്റ് കട്ടിങ് ആലോചിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ഈ ഇതിലേക്ക് വക മാറ്റിയ തുക ഇങ്ങനെ ഇത്തരത്തിൽ അവര് സ്വന്തമാക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ആർക്കാണ് ലഭിക്കേണ്ടത്, അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് C&AG ചൂണ്ടിക്കാണിച്ചിട്ട് അവര് ഒരു ഏതാണ്ടൊരു 3 വർഷത്തിലധികമായി. അപ്പോ C&AG എങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? അവർക്കൊരു ഇൻവെസ്റ്റിഗേറ്റീവ് വിങ് ഒന്നുമില്ല. അവരൊരു സാമ്പിൾ സൈസിൽ നടത്തുന്ന ഒരു അക്കൗണ്ടിങ്ങിലൂടെ അവർ ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഏതാണ്ട് 10,000-ഓളം പേര് എങ്കിലും ഇവിടെ അനർഹമായി പറ്റുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് വർഷങ്ങളായി. അപ്പൊ അതിന്മേൽ ഒരു നടപടിയും എടുക്കാതെ C&AGയുടെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമ്മുടെ എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടിരുന്നത്. പോട്ടെ, ഈ വൈകിയ സമയത്തെങ്കിലും 1400 ചില്ലുവാനം പേരെ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്തിൽ കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നു. ഇത് അടിയന്തരമായി ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥരെ, ഈ 1450 പേരെന്ന് പറഞ്ഞാലേ മൃഗസംരക്ഷണ വകുപ്പിൽ ഇത്ര, ധനവകുപ്പിൽ ഇത്ര, ആരോഗ്യ വകുപ്പിൽ ഇത്ര എന്ന് കണ്ടെത്തണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അവർ ആ ഉദ്യോഗസ്ഥരെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം അനർഹമായി വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ 5 മിനിറ്റ് മതി. രണ്ടാമത്, ഇവർക്ക് ഈ പണം ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരല്ലാതെ നിർബന്ധമായി ഒരു ഉദ്യോഗസ്ഥനെങ്കിലും, ഒരു വില്ലേജ് ഓഫീസറെങ്കിലും ഇതിൽ പ്രതിസ്ഥാനത്തുണ്ട്. 1450 കേസ് എന്ന് പറഞ്ഞാല് ഒരു വില്ലേജ് ഓഫീസറുടെ കീഴിൽ മൾട്ടിപ്പിൾ കേസുകൾ ഉണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഇത്രയധികം വില്ലേജ് ഓഫീസർമാർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു തട്ടിപ്പെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വ്യാപകമായിട്ട് ഇത് നടക്കുന്നുണ്ടെന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിടണം. ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു തട്ടിപ്പെന്നാണോ നമ്മൾ ഇതിനെ കാണേണ്ട, അല്ലെങ്കിൽ ഇതൊരു രീതിയായിട്ടൊക്കെ ഈ തട്ടിപ്പ് ഇങ്ങനെ തുടർന്ന് പോരുന്നതായിരിക്കുമോ, എങ്ങനെയാണ്? ഇതൊരു തീർച്ചയായിട്ടും ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ആദ്യം ഞാൻ മറ്റേത് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന IAS ഉദ്യോഗസ്ഥർ ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങിയിട്ട് അത് കഴിച്ച് ബാക്കിയുള്ളത് അവരുടെ അഡീഷണൽ സർവീസിന് എടുക്കണം എന്നുള്ള ജനറൽ നോം മറികടക്കാൻ വേണ്ടി അവരിതിങ്ങനെ വെക്കുക. എല്ലാ 3 മാസം കൂടുമ്പോഴും ഇൻക്രിമെന്റ് വെക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് എന്നിട്ട് അവർ തന്നെ ഇരുന്ന് പ്രബന്ധങ്ങൾ തയ്യാറാക്കുക. അപ്പൊ അതാണ് ഇപ്പോ ഈ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത അന്നത്തെ സമരം ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ അനാമത്ത് ചെലവുകൾ ഒഴിവാക്കാൻ, അത് കൃത്യമായി അർഹരിലേക്ക് മാത്രം എത്തിക്കാനുള്ള ഒരു കാര്യക്ഷമമായ ഇടപെടൽ കൂടി ഉണ്ടായാൽ ആ സാമ്പത്തിക പ്രതിസന്ധി എന്ന ആരോപണത്തിന് ഒരു അല്പം ലഘൂകരണമെങ്കിലും സാധ്യമാകില്ലേ? അത് തീർച്ചയായിട്ടും ഇവര് പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല. ഇപ്പൊ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻഷനും സാലറിയും കൊടുക്കാനായിട്ട് അവർക്ക് കടം വാങ്ങേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു കൈസഹായം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. ഇത് വാങ്ങിയിട്ട് ഇത് ഏറ്റവും കൂടുതൽ ലഭിച്ച സംസ്ഥാനം കേരളമാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും വായ്പ എടുക്കുന്നത് കേരളമാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ ഉൾപ്പെടെ ഇങ്ങനെ അനധികൃതമായി പൈസ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ വിപുലമായ വിഷയമാണ്. പക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ആ ഹെഡിലേക്കുള്ളത് ഇത് എന്ന് പറയുന്നത് പോക്കറ്റ് അടിയാണ്. അപ്പോൾ അതിന് അടിയന്തരമായിട്ടുള്ള നടപടി വേണം. ഈ പറയുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം. എന്നിട്ട് അവരുടെ കാര്യം അന്വേഷിച്ച് വെളിപ്പെടുത്തണം. ഇത് രഹസ്യാത്മകമായി അന്വേഷിക്കേണ്ട ഒരു വിഷയമേ അല്ല. അല്ല, അതിന്റെ ഒരു പ്രശ്നം ഈ 1458 പേര് എന്നത് പല യൂണിയനിൽ പെട്ടവരുണ്ടാകാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും പേര് പുറത്തുവിടണ്ട എന്ന് തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലേ ശ്രീ ജോസഫ് മാത്യു? അല്ല, മോഷ്ടാവ് ഏത് യൂണിയനിൽ പെട്ടതാണെന്നുള്ളത് അപ്രസക്തമായ കാര്യമാണല്ലോ. അതെ അതെ.
അപ്പോൾ അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് അത് പുറത്തുവിടണം. ആ ഒരു സർക്കാർ അതിന് തയ്യാറാകുന്നെങ്കിൽ ഇല്ലെങ്കിൽ പൊതുജനങ്ങൾ കോടതിയെ സമീപിക്കണം.